പ്രേത ക്യൂസ്. പ്രേതങ്ങൾ കൂടുതലായി പുറത്തിറങ്ങുന്ന ദിവസമേത്? ഫ്രൈഡേ നൈറ്റ് അറ്റ് 12. പ്രേതങ്ങൾ ഉള്ളതായി ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. There is no ghosts, zombies or aliens. കഥകളിൽ പറയുന്ന കഴുത്ത് പിടിച്ച് ചോര കുടിക്കുന്ന പ്രേതമേത്? ഡ്രാക്കുള. മലയാള നാട്ടിലെ ചോര കുടിക്കുന്ന യക്ഷികൾ ഏതെല്ലാം? ചുടലയക്ഷി, കുട്ടിച്ചാത്തൻ, ഗുളികൻ, നാഗയക്ഷി, ഭൂതം, പ്രേതങ്ങൾ, ബ്രഹ്മരക്ഷസ്. രാത്രിയിൽ മനുഷ്യനെ മയക്കി കരിമ്പനയുടെ മുകളിലെത്തിച്ച് ചോര കുടിക്കുന്ന പ്രേതമേത്? പ്രേതമല്ലാത്തത് ഏത്? യക്ഷി, മറുത, പൊട്ടിച്ചൂട്ട്, രക്തരക്ഷസ്, രക്തസാക്ഷി, ബ്രഹ്മരക്ഷസ്. യക്ഷി പ്രേതങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മരങ്ങളേതെല്ലാം? പാല, കരിമ്പന. യക്ഷിയും പ്രേതങ്ങളെയും കുരിശുകൊണ്ട് തളച്ച മഹാമാന്ത്രികൻ ആര്? കടമറ്റത്ത് എന്താണ് മന്ത്രവാദം? മന്ത്രവാദം യാഥാർത്ഥ്യമാണോ? അതിപുരാതനവും തലമുറകളിലൂടെ കൈമാറി വന്നതും അതീവ രഹസ്യ സ്വഭാവമുള്ളതും കൃത്യമായ നിർവചന സാധ്യമല്ലാത്തതുമായ ചില പൂജാവിധികളാണ് മന്ത്രവാദം. മന്ത്രവാദം യാഥാർത്ഥ്യമല്ല. ഏത് വേദത്തിലാണ് മന്ത്രവാദത്തെ പറ്റി പരാമർശിക്കുന്നത്? അഥർവവേദം. ക്രൈസ്തവ പുരോഹിതനായ കടമറ്റത്തു കത്തനാർ തളച്ച് പത്തനംതിട്ട ജില്ലയിലെ പരുമല വലിയ പനയനാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കുടിയിരുത്തിയിരിക്കുന്ന യക്ഷി ഏത്? കള്ളിയങ്കാട്ടുനീലി. വള്ളുവനാട്ടിലെയും ഏറനാട്ടിലെയും ആദിമ വിഭാഗം തപസ്സനുഷ്ഠിച്ച് പ്രത്യക്ഷപ്പെടുത്തി മന്ത്രസിദ്ധി നേടിയിരുന്ന മധ്യ കേരളത്തിലെ മുഴുവൻ ആദിമ നിവാസികളുടെയും കുലദേവതയാര്? കല്ലടിക്കോട്ട് നീലി.
CV രാമൻപിള്ളയുടെ ചരിത്രാഖ്യായികയായ മാർത്താണ്ഡവർമ്മയിൽ പരാമർശിക്കപ്പെടുന്ന യക്ഷിയാര്? കള്ളിയങ്കാട്ട് നീലി. തെക്കൻ തിരുവിതാംകൂറിലെ ഇളയിടത്ത് സ്വരൂപത്തിൽ മറവങ്കോട് എന്ന വനത്തിൽ വിഹരിച്ചിരുന്നതായി പറയപ്പെടുന്ന ഒരു യക്ഷി ഏത്? മറവങ്കോട് യക്ഷി. ഹെയ്ത്യൻ ഐതിഹ്യമനുസരിച്ച് മന്ത്രതന്ത്രങ്ങളാൽ ജീവൻ വയ്ക്കപ്പെട്ട ശവം അറിയപ്പെടുന്ന പേര് സോംബി. ഡ്രാക്കുള എന്ന ഭീകര രക്തരക്ഷസിനെ സൃഷ്ടിച്ച സാഹിത്യകാരൻ ആര്? എഴുത്തുകാരനായ ബ്രാം സ്റ്റോക്കർ. ഡ്രാക്കുള എന്ന വാമ്പയറിനെ എന്നേക്കുമായി ഇല്ലാതാക്കിയത് ആര്? പ്രേതവേട്ടക്കാരനായ ഏബ്രഹാം വാൻ ഹെൽസിംഗ്. ഓടിക്കോ.